തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ സഖ്യങ്ങൾ തേടുകയും സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യുക സ്വാഭാവികമാണ്. UDFന് മികച്ച വിജയം ആവർത്തിക്കാനാകുമെന്നതിൽ ആർക്കുമില്ല സംശയം, പ്രത്യേകിച്ച് കെ മുരളീധരന്. നമ്മുടെ ഒരു ഗവൺമെന്റ് കേരളത്തിലോ പക്ഷേ നമുക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നില്ല. കാരണം നമ്മളിവിടെ ചരിത്രത്തിൽ ആദ്യമായി നമുക്കൊരു എം പിയെ പോലും നമുക്കത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടിയിലെ തമ്മിലടിയും മുന്നണിയിലെ തമ്മിലടി എല്ലാം നമുക്കൊരു പരാജയത്തിന്റെ എന്താണ് ഒരുപാട് കൈപ്പിടിയിൽ എല്ലാവരും കുടിക്കുന്നത്. ആ രാമസായി മാത്രം ഒരാളാണെന്ന് ജയിച്ചു പോയി. ബാക്കി 19 നമ്മൾ. പക്ഷെ പിന്നീട് 20-ൽ 16 നേടിക്കൊണ്ട് നമ്മൾ ശക്തമായി തിരിച്ചുവരവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തി. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ എന്താണ് സ്ഥിതികൾ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയും. ജനം ജയിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ ജയിക്കണോ വേണ്ടത് നമ്മളറിയണം. ഇപ്പൊ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാനിപ്പോ കരുതുന്നു. കാരണം മുഖ്യമന്ത്രി മാറണമെന്ന് ആരും പറയുന്നില്ല, KPC പ്രസിഡന്റ് മാറണമെന്ന് ആരും പറയുന്നില്ല. അതിന്റെ താഴെയുള്ള ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ തർക്കങ്ങളും കാര്യങ്ങളും ഇല്ല ഞാൻ പറയുന്നു. പക്ഷെ അത് മാത്രമാണോ? കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇലക്ഷൻ പരാജയപ്പെടാൻ പോകുന്നതെന്നൊക്കെ ചിലരുടെ പ്രഖ്യാപനം നടത്തുന്നു. എന്നാൽ ചിലരെയൊക്കെ ഇന്ന് അഴിച്ചുവിട്ടി. കാലത്ത് മുതൽ രാത്രി വരെ സർക്കാരിന് എല്ലാ ആനുകൂല്യവും പറ്റുന്നതിൽ ചിലരല്ല ഒരാളെ ഇനിയുള്ളൂ. ആളുടെ പേരെന്ന് ഞാൻ പറയുന്നത്. ജയസാധ്യത കൂട്ടാൻ കോൺഗ്രസിന് പുറത്ത് ഉത്സാഹിക്കുന്നവരെ മുരളീധരൻ ചൂണ്ടിക്കാട്ടും. അധികം കാലത്തോട്ടിന് ഇറങ്ങുക, രണ്ടും കൽപ്പിച്ചോണം. എന്താണ് ഭാവന ആൾക്കൂലോ. അദ്ദേഹത്തിന് മുമ്പ് അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ മറ്റേ സ്ഥലത്തിനോട് സ്ഥിരം ആരോഗ്യം കളിക്കുന്ന. അത് കലക്കി. മുരളീധരന് എന്ത് ആശങ്കയുണ്ടെങ്കിലും UDFന് പൊതുവിൽ അങ്ങനെയല്ല. മന്ത്രിമാരുടെ മികച്ച പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ നാട്ടിലാകെ ആഹ്ലാദം അണപൊട്ടി ഒഴുകുകയാണ്. മോയിൻകുട്ടി വൈദ്യരുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും അത് പാടിപ്പുകഴ്ത്തുകയാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മൊഞ്ചേറും നാട്ടിൽ ഹർഷം അല തല്ലുന്നേ. ഏവം താലോലിച്ചൊരു സ്വപ്നം പുലർന്നിടുന്നേ. അഭിമാന മുഹൂർത്തത്തിൽ ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കാൻ അണങ്ങളുടെ അഭിവാദ്യങ്ങൾ നാട്ടിൻ സാരഥി നേട്ടങ്ങൾ കാണിഞ്ഞോരാകും ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കീത അഭിവാദ്യങ്ങൾ. UDF ഒറ്റക്കെട്ടായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും. ജനങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിച്ചു. അവരെ മാത്രം വോട്ട് കൊണ്ട് ജയിച്ചിട്ടില്ല, ഞങ്ങളും വോട്ട് കൊടുത്തിരിക്കണം. ഞങ്ങൾ ജയിച്ചതൊക്കെ ഞങ്ങളെ വോട്ട് കൊണ്ട് മാത്രമല്ല. ലീഗിൻ്റെ വോട്ടുണ്ട്, കേരള കോൺഗ്രസിൻ്റെ വോട്ടുണ്ട്, CMPന്റെ വോട്ടുണ്ട്, അതുപോലുള്ള എല്ലാ പാർട്ടിൻ്റെയും വോട്ടുണ്ട്. അതാരെങ്കിലും അങ്ങനെ അവരത് മാത്രമാണ് ആരെങ്കിലും അവകാശപ്പെടുകയാണെങ്കിൽ വളരെ മോശമാണ്. അവരുടെ കാര്യം ഞങ്ങളെങ്ങനെയാണ് നോക്കുക? അവരെ കൂടി പച്ചയും ഞങ്ങളത് ത്രിവർണ്ണ പതാക, രണ്ടും രണ്ടല്ലേ.
ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കും. ഞങ്ങളും അവരായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോവിൽ മാത്രമാണ്. ആ പരിപാടി നടപ്പാക്കണില്ല, മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ ലീഗും ഞങ്ങളും ഒരേ ആശയക്കാരും ഒരേ നിലയിൽ ചിന്തിക്കാനും കഴിയില്ല. രണ്ടും രണ്ടാണല്ലോ, രണ്ടിനും രണ്ട് പൈതൃകാണല്ലോ ഉള്ളത്. മതി. മാപ്പിള മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മുഞ്ചേറും നാട്ടിൽ ഹർഷം ആല തല്ലുന്നേ. നമ്മളിപ്പോ എന്തിനാ പരിപാടി? ഇലക്ഷൻ നിങ്ങളൊന്നും വേണ്ടല്ലോ, ലീഗേര് മതിയെന്നാണല്ലോ പറയുന്നത്. ഏവം താലോലിച്ചൊരു സ്വപ്നം പുലർന്നിടുന്നേ. ഐക്യമുന്നണി UDFന്റെ കെട്ടുറപ്പിന് ഒരു പ്രശ്നവുമില്ല. അത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ പോകും. വന്യർ അടൂർ പ്രകാശിൽ AP അനിൽകുമാർ. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളിലൊന്നും അതിനകത്ത് തലകുനിക്കുന്ന പ്രശ്നമില്ല. മഞ്ഞളം കുഴിയാലിയവർക്കും പിന്നെയും മാരാകും ഷാനവാസിൽ വീട്ടിൽ സ്വാഗതം. UDF സംവിധാനം വരികയാണെങ്കിൽ വരട്ടെ, വരുന്നില്ല അതിനുള്ള മാർഗങ്ങൾ ചെയ്യേണ്ടി വരും. ഒരു പാർട്ടിക്കും ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് നിൽക്കേണ്ട സാഹചര്യമാണെങ്കിൽ ചെയ്യാതിരിക്കാൻ ഒക്കില്ലല്ലോ. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇതിന് എവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല. അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്തോണ്ടി, ബാക്കി ഞാനിട്ടു. അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. അത് പ്രത്യേകിച്ച് പറയുന്നത് മറ്റേ ബഷീറാണ്, ഒന്നാം തരം വർഗീയവാദി. മാപ്പിള മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മുഞ്ചേറും നാട്ടിൽ ഹർഷം ആല തല്ലുന്നേ. ഏവം താലോലിച്ചൊരു സ്വപ്നം പുലർന്നിടുന്നേ. പുത്തൻ താലൂക്കിൻ വാതായനം തുറന്നിടുന്നേ, ഇന്ന് തുറന്നിടുന്നേ. ലീഗ് നേതാക്കളെയും അവശ്യം കോൺഗ്രസ് നേതാക്കളെയും പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ മന്ത്രി ഡോക്ടർ MK മുനീറിൻ്റെ പേര് വരികൾക്കിടയിൽ പോലും കേട്ടില്ല. തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കുന്നവരല്ല CPI. വൻകിട കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിൽ പോലും അന്തസ്സോടെ 2 വർത്തമാനം പറഞ്ഞേ പാർട്ടി അടങ്ങും. കരാർ സമ്പ്രദായം പാടില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ ഇതൊന്നും അറിയാത്ത ചില മാധ്യമപ്രവർത്തകർ പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനം നടത്തിയാൽ ചില ചോദ്യങ്ങൾ ചോദിക്കും. അത് ജനയുഗത്തിലെ തൊഴിലാളികളുടെ കാര്യമാണ്. അവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, അവിടെ തൊഴിലാളികളില്ല, പാർട്ടി അനുഭാവികളേ ഉള്ളൂ. I don't think it can be called contract system. The whole timer is a revolutionary by profession. So some minimum wage is needed, some minimum allowance is needed. We call it allowance. We don't say wage for our party congress. So that is how we do it. When earlier in our party papers, we do run 5 daily newspapers all over the country. When the wage board has given the minimum recommendations for our press workers and all that, we were the first to implement it. When we were unable to implement it, we closed our newspapers. We did not continue that type of thing. ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ മലയാളത്തിൽ പറഞ്ഞു തരും. വലിയ തർക്കത്തിന് നമ്മൾ പോയിട്ട് വലിയ കാര്യമില്ല. നമ്മളൊരു പാവപ്പെട്ട പത്രമാണ്. കേട്ട് എല്ലാം എല്ലാം അങ്ങനെ ഞാനൊരു ഡിബേറ്റിന് വരികയല്ല. നമ്മളെ പാർട്ടിയുടെ പത്രം, അദ്ദേഹം പറഞ്ഞ ആ പത്രത്തിൻ്റെ പൊതു സ്വഭാവം, പിന്നെ നമ്മൾ ഒരുപാട് ഇതിനെ തർക്കിച്ചുകൊണ്ട് എന്താ കാര്യം സുഹൃത്ത്? പാർട്ടി വർക്കർമാരല്ലാത്ത ആളുകൾ സിമ്പിൾസ് എല്ലാം നിങ്ങൾ മറ്റ് പത്രങ്ങളിൽ കൊടുക്കും പോലെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കഴിയുന്ന സമയം വരുമ്പോൾ നമ്മൾ ചെയ്യും.
ദേശാഭിമാനിയും ജനയുഗം തമ്മിലൊരു കമ്പാരിസൺ വേണോ സുഹൃത്തെ? എന്തിനാണ് നമ്മൾ തമ്മിൽ, കേരളക്കാർ തമ്മിൽ വേണോ? നമുക്കറിയുന്നില്ല, എന്തിനാണ് പിന്നെ അങ്ങനെ ചോദിക്കണം ദേവരോട്? വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. മിനിമം കൂലിയില്ലെങ്കിലും പാർട്ടി അനുഭാവികളാണെങ്കിൽ കഞ്ഞി കുടിക്കാനാകും എന്നാണ് നേതാക്കൾ വിശദീകരിച്ചത്. സർവ്വരാജ്യ തൊഴിലാളികളെ ലാൽ സലാം. എങ്കിലും വിവരദോഷികളായ മാധ്യമപ്രവർത്തകർ ഉടമകളെ ഇങ്ങനെ പരസ്യ വിചാരണ തുടർന്നുകൊണ്ടേയിരിക്കും. കൃത്യമായി നികുതി അടക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ധാർമ്മികതയും പൗരബോധവും ഉയർത്തിപ്പിടിക്കുന്ന തിരക്കിനിടയിൽ ഉന്നത വ്യക്തികൾക്കും ഉന്നത സ്ഥാപനങ്ങൾക്കും ചിലപ്പോൾ നികുതി അടക്കാൻ സാധിച്ചില്ലെന്ന് വരും. അത്തരക്കാരെ കുറ്റപ്പെടുത്തരുത്. വിളിപ്പുറത്ത് അവരുണ്ടാകും. ടാക്സുകൾ ഞങ്ങൾ ആരും നമുക്കറിയാം, ടാക്സുകൾ അടയ്ക്കേണ്ടതാണ്. അത് അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ പറയുമ്പോൾ അതുപോലെ ചെയ്യുന്നതാണ്. അറിവുകേട് കൊണ്ട് ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് പലപ്പോഴും നമുക്കൊക്കെ പറ്റിപ്പോകുന്നത്. അപ്പൊ സത്യം പറഞ്ഞാല് ഉള്ളത് പറയാലോ, ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടി ഒന്ന് എല്ലാം പച്ചവെള്ളം പോലെ പറയാം. അല്ലെങ്കിൽ ഞാൻ ഒന്ന് വരാൻ വൈകിയാൽ വീട്ടിലേക്ക് വരുന്ന പറഞ്ഞ് കേൾപ്പിച്ചാൽ മതി, ഞാൻ വരില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു. അതുപോലെ വീണ്ടും നമുക്ക് കാണാൻ, നല്ല രീതിയിൽ കാണാൻ സർവേശ്വരൻ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഇപ്പം ഞാനിതിൻ്റെ ഒരു സർവീസ് ടാക്സിൻ്റെ അംബാസഡറായ സ്ഥിതിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അഭിനയിക്കുന്നതിന് പുതിയൊരു ടാക്സ് വന്നിരിക്കണം. അപ്പോൾ പുതിയൊരു ടാക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സംശയങ്ങൾ നമ്മൾക്കുണ്ട്. അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് അവർ തരണം. അത് സംശയങ്ങൾ അവരുടെ ഇടയിലും സിനിമയുടെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളുമുണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എൻ്റെ ചോദ്യങ്ങളും അവരുടെ ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നു തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഞാനൊരു ഇൻകം ടാക്സ് മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ ഓടി വരും. കാരണം ഞാൻ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നിയമങ്ങളെയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യുന്നു, അതിന് പൈസ വരുന്നു, കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഏതെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഓഡിറ്ററും ലീഗൽ അഡ്വൈസേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ സെക്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ അവരെന്ത് പറയണമെന്നുള്ളത് എനിക്കറിയുള്ളൂ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. വെറുതെ നടന്നപ്പോൾ എനിക്ക് ഒരു ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല, ഒരു സർവീസ് ടാക്സ് ഉണ്ടാകും, ഒന്നുമില്ല. ഇപ്പോൾ പണിയെടുക്കണതിൻ്റെ ഇത്തിരി കാശൊക്കെ കിട്ടിയപ്പോൾ സംഭവങ്ങൾ നടക്കുന്നു, അത്രേ ഉള്ളൂ ഇതിനകത്ത്. താങ്ക്സ് അലോട്ട്. യഥാർത്ഥത്തിൽ നികുതി സംബന്ധിച്ച് ആദായ നികുതി വകുപ്പുകാർക്ക് ചില സംശയങ്ങളുണ്ടായി. ദിലീപ് അത് തീർത്തു കൊടുത്തു, അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. നികുതി അടക്കാതിരിക്കാൻ വൈഭവം കാണിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഇനിയെങ്കിലും വെറുതെ വിടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.